എല്ലാവർക്കും നമസ്കാരം. പണക്കാരായ ആളുകളുടെ കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ ഗതി പിടിക്കുന്നില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ജീവിതത്തിൽ എന്ന് തോന്നാറില്ലേ? ഇതിൻ്റെ കാരണം കുറേയൊക്കെ നമ്മുടെ ചില ശീലങ്ങളും കൂടിയാണ്. അപ്പോൾ നമുക്ക് പണക്കാരായ ആളുകളുടെ കുറച്ച് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഒന്നാമത്തെ ശീലമാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. പണക്കാരായ ആളുകൾക്ക് തീർച്ചയായും ഒരു ഗോൾ ഉണ്ടായിരിക്കും. അതിൽ ഷോർട്ട് ടേം ഗോൾസും ഉണ്ടായിരിക്കും, ലോങ് ടേം ഗോൾസും ഉണ്ടായിരിക്കും. അടുത്ത 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ എന്തെല്ലാം അച്ചീവ് ചെയ്യണം എന്നതിനെ പറ്റി അവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്തെല്ലാം അച്ചീവ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു ലോങ് ടേം ഗോളും അവർക്കുണ്ടായിരിക്കും. ഇങ്ങനെ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും അവർക്കുണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ അവർക്കുണ്ടായിരിക്കും. യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് എവിടെയും എത്താതെ പോകുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉള്ള പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക. അല്ലാതെ ഇതെന്താ എനിക്ക് ഇങ്ങനെ വരുന്നത്, ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ്, എനിക്ക് മാത്രം എപ്പോഴും പ്രശ്നമാണ്, അങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവായി ചിന്തിക്കാതെ ആ പ്രോബ്ലത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ എങ്ങനെ അത് പരിഹരിക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഓരോ ചലഞ്ചസ് ജീവിതത്തിൽ വരുമ്പോഴും അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കണക്കാക്കുക. ഒരു അവസരമായിട്ട്, തനിക്ക് വളരാനുള്ളൊരു അവസരമായിട്ടാണ് അവരതിനെ കാണുക. അല്ലാതെ ഇതൊരു തടസ്സമായിട്ടല്ല അവർ കാണുക. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കോടിപതി ആവുന്നതിനെ പറ്റി സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, 1 കോടി ഉണ്ടാക്കാനൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ അത് സാധ്യമാകാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ അതിലേക്കുള്ള വഴികളും പതിയെ പതിയെ തെളിഞ്ഞു കിട്ടും. നമ്മൾ സൊല്യൂഷനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിലേക്കുള്ള വഴികൾ തെളിഞ്ഞു വരിക. മൂന്നാമത്തെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കും. വലിയ വലിയ ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഓരോ കണക്ഷൻസും ഓരോ ആളുകളായിട്ടുള്ള ബന്ധങ്ങളും അവനവൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർക്ക് അറിയാമായിരിക്കും. അവർക്ക് സ്ട്രോങ് ആയ പ്രൊഫഷണൽ കണക്ഷൻസും ഉണ്ടായിരിക്കും, പേഴ്സണൽ കണക്ഷൻസും ഉണ്ടായിരിക്കും. തൻ്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയൊക്കെ സുഗമമായി പോകാമെന്നുള്ള രീതിയിലുള്ള നല്ല ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥലത്തും വിജയിച്ച വ്യക്തികളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ അവർക്കുണ്ടായിരിക്കും. നാലാമത്തെ ശീലമാണ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്. ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കില്ല അവർക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്സ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ഹസിൽസ് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പണക്കാരുടെ അടുത്ത ശീലം എന്ന് പറയുന്നത് സ്മാർട്ട് സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആണ്. അവർ പൈസ സേവ് ചെയ്ത് വയ്ക്കും. അത് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇഫക്റ്റ് അവർക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അയ്യോ ഇനിയിപ്പോൾ ഈ ചിലവെല്ലാം കഴിഞ്ഞിട്ട് എവിടെ സേവ് ചെയ്യാൻ എവിടെ ഉണ്ടാവുക എന്നൊക്കെ ആയിരിക്കും സാധാരണക്കാർ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ പണക്കാരെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ അവർ ശ്രമിക്കും. അതുപോലെ തന്നെ നല്ല നമുക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടും എന്ന് ഉറപ്പുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവർ ശ്രമിക്കും. കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ അവർക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയ സംഭവമാണെങ്കിലും അത് നമ്മൾ കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് കുറേ നാൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു ഫലം നമുക്ക് കിട്ടും. ഇത്ര കുറച്ചല്ലേ ഉള്ളൂ, ഇതിട്ടിട്ട് എന്ത് കിട്ടാനാ എന്നായിരിക്കും സാധാരണക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ എത്ര കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും അത് ഒരുപാട് കാലം തുടർച്ചയായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിന്ന് നല്ലൊരു ഏണിങ്സ് ലഭിക്കും. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. പണക്കാരായ ആളുകൾക്ക് ഈ ശീലം ഉണ്ടായിരിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ സേവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായിട്ട് അവരത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷറി ഐറ്റംസ് മേടിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടായിരിക്കില്ല. അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കും. അവരെല്ലാവർക്കും പ്രിയപ്പെട്ട ആളൊന്നും ആയിരിക്കില്ല. കാരണം അവർക്ക് നോ പറയാനറിയാം. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും കുട്ടികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവരതിനു വേണ്ടി പൈസ ചിലവാക്കാൻ തയ്യാറാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നോ പറയാൻ അവർക്കൊരു മടിയും കാണില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്രിയപ്പെട്ടവരൊന്നും ആയിരിക്കില്ല ഈ പണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കണ്ണിൽ ക്രൂരനോ ദുഷ്ടനോ പിശുക്കനോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവർ സ്പെൻഡ് വൈസ്ലി എന്നുള്ള തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായിട്ട് എങ്ങനെ പൈസ ചിലവഴിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും പണക്കാരായ ആളുകൾ. അല്ലാതെ ഇമോഷൻ്റെ പുറത്ത് ഒരു അനാവശ്യമായി പൈസ ചിലവാക്കുന്ന ആളുകളായിരിക്കില്ല. അങ്ങനെ
ചെയ്യുന്ന ആളുകളെ പൊതുവെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും. പക്ഷെ ഭാവിയിൽ ഇവർ കടക്കണിയിലാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പണക്കാരുടെ ഒരു ശീലമാണ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും പണക്കാരാവാനൊന്നും കഴിയില്ല. അത് വളരെ പതുക്കെയാണ് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസിപ്ലിനോടുകൂടി ജീവിച്ചു പോകണം. അല്ലാതെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തു, അത് നഷ്ടമായി, അതിൻ്റെ പേരിൽ പിന്നെ മദ്യത്തിന് അടിമയായി, അങ്ങനെയൊക്കെ ഇപ്പോഴും നഷ്ടബോധത്തിൽ ജീവിച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, യാതൊരു ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പണക്കാരനാവാനൊന്നും കഴിയില്ല. ഒരു അറ്റംപ്റ്റ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിപൂർവ്വം എന്തുകൊണ്ടത് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ഇനി വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും അതിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഭാവിയിൽ വിജയിക്കുകയുള്ളൂ. പിന്നെയുള്ളവരുടെ ഒരു ശീലമാണ് കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ്. അവരിങ്ങനെ ഒന്നും തയ്യാറാവാതെ എന്തെങ്കിലും റിസ്ക്, അത് നഷ്ടമാവുമോ, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുമോ, കയ്യിലുള്ളത് പോവോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ആളുകളായിരിക്കില്ല. അവരെപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും. സാധാരണക്കാരെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിട്ട് അത് പോവാതെ എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ പണക്കാരുടെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള പൈസ തന്നെ ഇരട്ടിപ്പിക്കാൻ നോക്കും. പണം ഇട്ട് പണം നേടാൻ നോക്കും. അങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാവും. അതിന് രണ്ട് ചാൻസസ് ഉണ്ട്. ഒന്നുകിൽ ഈ കയ്യിലുള്ള പൈസയിൽ നിന്ന് കുറച്ച് കുറയാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഈ മൊത്തം പൈസ പോവാത്ത വിധത്തിലുള്ള ബുദ്ധിപൂർവമായ റിസ്ക് എടുക്കാനൊക്കെ ഇവർ തയ്യാറാവും. കയ്യിലുള്ളത് പോവോ എന്ന് പേടിച്ചിട്ട് യാതൊരു റിസ്ക്കും എടുക്കാത്ത ആളുകളേക്കാൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന ആളുകളായിരിക്കും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോടെ എല്ലാം തീർന്നു എന്ന് കരുതി ഒരു മൂലക്കിരിക്കുന്ന ആളുകളായിരിക്കില്ല. ഒരു ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കാൻ അവർക്ക് യാതൊരു മടിയുണ്ടായിരിക്കില്ല. പക്ഷെ പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടി വേറെ എന്തെങ്കിലും ചെയ്യുകയല്ല. ഇവിടെ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് അനലൈസ് ചെയ്തിട്ട് ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കാനും അവർ അധിക സമയം അവർക്ക് എടുക്കില്ല.